വിശുദ്ധ ബൈബിൾ പറയുന്നത് ചിന്തയെ നിരന്തരം നവീകരിക്കുകയും നല്ലതും പ്രീതികരവുമായ കാര്യങ്ങൾ മനഃപൂർവ്വം നീ ചിന്തിക്കുകയും. തീർച്ചയായും സാത്താൻ ചീത്ത കാര്യങ്ങൾ, ഭയമുണ്ടാക്കുന്ന കാര്യങ്ങൾ, ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങൾ, വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ, ക്രമേണ നിരാശയുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പറഞ്ഞു തരും. നിനക്കിനി രക്ഷയില്ല, നിൻ്റെ പാപം വളരെ കഠിനമാണ്, ദൈവം അത് ക്ഷമിക്കാനായി പോകുന്നില്ല. ഇങ്ങനെ സാത്താൻ നമ്മെ നിരാശയിലേക്ക് നയിക്കുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിൽ തരും. നിരാശയിലേക്ക് നയിക്കുന്ന ചിന്തകൾ ക്രമേണ നമ്മെ നശിപ്പിച്ച് കളയും, നമ്മൾ ഉത്സാഹപ്പെടുത്തി കളയും, ഭയമുള്ളവരാക്കി മാറ്റും. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയത് ചിന്തയെ നിരന്തരം നവീകരിക്കുക എന്നുള്ളത്. ചിന്തയ്ക്ക് നാം കാവലേർപ്പെടുത്തണം. നമ്മുടെ മനസ്സിലേക്ക്, ചിന്തയിലേക്ക് വരുന്ന കാര്യങ്ങൾ അരിച്ച് മാത്രമേ അതിനകത്തേക്ക് വിടാവൂ.